നമസ്കാരം. ഇന്ന് 2026 ജനുവരി 8 വ്യാഴാഴ്ച. 4PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റൈനും സൗദി അറേബ്യയും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധത്തെ ബഹ്റൈൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ പ്രകീർത്തിച്ചു. ബഹ്റൈനിലെ സൗദി അംബാസഡർ HE നൈഫ് ബിൻ ബന്ദർ അൽ സുദൈരിയെ റിഫ പാലസിൽ സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെയും സൗദി രാജാവ് സൽമാൻ ബിൻ അബ്ദുൽ അസീസിൻ്റെയും നേതൃത്വത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം പുതിയ ഉയരങ്ങളിലെത്തിയതായി അദ്ദേഹം പറഞ്ഞു. തന്ത്രപരമായ വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിൽ സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ നൽകുന്ന സംഭാവനകളെ അദ്ദേഹം പ്രശംസിച്ചു. മേഖലാ സുരക്ഷ, ആഗോള സംഭവ വികാസങ്ങൾ, വികസന മുൻഗണനകൾ എന്നിവ കൂടിക്കാഴ്ച ചർച്ചയായി. ആഭ്യന്തരമന്ത്രി ജനറൽ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുല്ല അൽ ഖലീഫ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. ബഹ്റൈനിലെ ഭിന്നശേഷിക്കാർക്ക് സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതിനായി ഏകജാലക ഡിജിറ്റൽ സംവിധാനം ഏർപ്പെടുത്താൻ പാർലമെന്റിൽ നിർദ്ദേശം. ഇൻഫർമേഷൻ ആൻഡ് ഗവൺമെൻറ് അതോറിറ്റിയുടെ സഹായത്തോടെ തൊഴിൽ, സാമൂഹിക വികസന മന്ത്രാലയങ്ങളെയും സിവിൽ സർവീസ് ബ്യൂറോയെയും ഏകോപിപ്പിച്ചാണ് ഈ പ്ലാറ്റ്ഫോം വിഭാവനം ചെയ്യുന്നത്. പുതിയ പോർട്ടലിലൂടെ സാമൂഹിക സംരക്ഷണം, വിദ്യാഭ്യാസം, ആരോഗ്യം, പുനരധിവാസം തുടങ്ങിയ സേവനങ്ങൾക്ക് അപേക്ഷിക്കാനും പുരോഗതി തത്സമയം വിലയിരുത്താനും സാധിക്കും. പരാതി പരിഹാരത്തിനായി പ്രത്യേക സംവിധാനവും ഇതിലുണ്ടാവും. നിലവിൽ ഓരോ ആവശ്യത്തിനും വ്യത്യസ്ത ഓഫീസുകളെ സമീപിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ഈ ഡിജിറ്റൽ മാറ്റം സഹായിക്കും. ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള രാജ്യാന്തര ഉടമ്പടികളോടുള്ള ബഹ്റൈൻ്റെ പ്രതിബദ്ധതയുടെ ഭാഗമാണ് ഈ നടപടിയെന്ന് MP-മാർ പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടി. ബഹ്റൈൻ്റെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 1/5 സംഭാവന ചെയ്യുന്ന ഉൽപ്പാദന മേഖല വരും വർഷങ്ങളിൽ കൂടുതൽ കരുത്താർജിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ. അലുമിനിയം, പെട്രോകെമിക്കൽസ് മേഖലകളിലെ നിക്ഷേപങ്ങളും അടിസ്ഥാന സൗകര്യ വികസനവുമാണ് ഈ വളർച്ചയ്ക്ക് പിന്നിൽ. നിലവിൽ രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയുടെ 75%-ലധികവും എണ്ണയിതര മേഖലകളെ ആശ്രയിച്ചാണ്. 2025 രണ്ടാം പാദത്തിൽ എണ്ണയിതര മേഖല 3.5% വളർച്ച രേഖപ്പെടുത്തി. ഉൽപ്പാദന മേഖലയിൽ മാത്രം ഇക്കാലയളവിൽ 543.70 ദശലക്ഷം ദിനാറിൻ്റെ വരുമാനമുണ്ടായി. അസംസ്കൃത വസ്തുക്കൾക്കുള്ള കസ്റ്റംസ് നികുതി ഇളവും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ പ്രോത്സാഹനവും വ്യവസായങ്ങൾക്ക് വലിയ പിന്തുണയാകുന്നുണ്ട്. ആഗോള വിപണിയിലെ കയറ്റുമതി ഉയർത്തുന്നതിനൊപ്പം സ്വദേശികൾക്കായി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഈ മുന്നേറ്റം സഹായിക്കും. ആഗോളതലത്തിലെ ചെലവ് വർധന വെല്ലുവിളിയാണെങ്കിലും ബഹ്റൈനിൻ്റെ വ്യാവസായിക അടിത്തറ സുരക്ഷിതമാണെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. സല്ലാക്കിലെ ബഹ്റൈൻ ബേ റോഡിൽ നിയമവിരുദ്ധമായി കാറോട്ട മത്സരം നടത്തിയ 2 യുവാക്കൾക്ക് മൈനർ ക്രിമിനൽ കോടതി തടവും പിഴയും വിധിച്ചു. 1-ാം പ്രതിക്ക് 1 മാസത്തെ തടവും 2-ാം പ്രതിക്ക് 6 മാസത്തെ തടവുമാണ് ശിക്ഷ. കൂടാതെ ഇരുവർക്കും 1000 ബഹ്റൈൻ ദിനാർ വീതം പിഴയും ചുമത്തിയിട്ടുണ്ട്. അനുമതിയില്ലാതെ റേസിംഗ് നടത്തുക, അമിത വേഗത്തിൽ അശ്രദ്ധമായി വാഹനമോടിച്ച് പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തുക തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയത്. മത്സരത്തിന് ഉപയോഗിച്ച 2 വാഹനങ്ങളും കണ്ടുകെട്ടാൻ കോടതി ഉത്തരവിട്ടു. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് നൽകിയ വിവരമനുസരിച്ച് പബ്ലിക് പ്രോസിക്യൂഷൻ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. ചോദ്യം ചെയ്യലിൽ ഇരുവരും കുറ്റം സമ്മതിച്ചു. തുടർന്ന് ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയുള്ള രേഖകൾ സഹിതം കേസ് കോടതിക്ക് കൈമാറുകയായിരുന്നു. റോഡ് സുരക്ഷാ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ നടപടികൾ തുടരുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ലുലു മണി. ദാറുൽ ഈമാൻ മനാമ, റിഫ മദ്രസ ക്യാമ്പസുകൾ സംയുക്തമായി വിദ്യാർത്ഥികൾക്കായി ഏകദിന വിദ്യാഭ്യാസ വിനോദയാത്ര സംഘടിപ്പിച്ചു. അധ്യാപകരുടെ മേൽനോട്ടത്തിൽ നടന്ന യാത്രയിൽ 200ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ബഹ്റൈൻ ഫോർട്ട്, ഷെയ്ഖ് ഈസ ബിൻ സൽമാൻ അൽ ഖലീഫയുടെ ജന്മഗൃഹം, ആലിയിലെ മൺപാത്ര നിർമ്മാണ കേന്ദ്രം, ഓർഗാനിക് ഫാം, അദാരി പാർക്ക് എന്നിവിടങ്ങൾ സംഘം സന്ദർശിച്ചു. ചരിത്രവും പ്രകൃതിയും നേരിട്ടറിയാൻ സാധിച്ച യാത്ര കുട്ടികൾക്ക് പുത്തൻ അനുഭവമായി. യൂനുസ് സലീം, AM ഷാനവാസ്, സയ്യിദ് റമദാൻ നദ്വി, മുഹമ്മദ് ഷാജി തുടങ്ങിയവരുൾപ്പെടെയുള്ള അധ്യാപകരും വോളണ്ടിയർമാരും യാത്രയ്ക്ക് നേതൃത്വം നൽകി. OICC ബഹ്റൈൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പത്തനംതിട്ട ഫസ്റ്റ് ഹർഷൻ 2026 ഭാഗമായി വനിതാ വിങ്ങിൻ്റെ നേതൃത്വത്തിൽ പായസ മത്സരം സംഘടിപ്പിക്കുന്നു. ജനുവരി 9 വെള്ളിയാഴ്ച വൈകിട്ട് 3 മണി മുതൽ സൽമാനിയ സിംസ് ഹാളിൽ വെച്ചാണ് മത്സരം നടക്കുക. ഫെബ്രുവരി 6 ബഹ്റൈൻ കേരളീയ സമാജത്തിൽ വെച്ച് നടക്കുന്ന പത്തനംതിട്ട ഫസ്റ്റ് ഹർഷം 2026 സമാപന സമ്മേളനത്തിൽ വെച്ച് പായസ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പത്തനംതിട്ട ജില്ലയുടെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന വിവിധ പരിപാടികളാണ് ഫെസ്റ്റിൻ്റെ ഭാഗമായി സമാജത്തിൽ ഒരുക്കുന്നത്. പായസ മത്സരത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും 3903 8609
3821 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. In the heart of Bahrain, where every story matters, one source keeps you informed, inspired, and engaged. From politics to sports, business to entertainment, we bring you the news that shapes the kingdom. Anytime, anywhere, breaking stories at your fingertips. The Daily Tribune, your trusted voice.